ഫോർ ഡെമോക്രസി, ലൈഫ് ഫോർ ഡെമോക്രസി. എന്തുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം? കോർപ്പറേറ്റുകൾ രാജ്യത്തെയും കേരള സംസ്ഥാനത്തെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സത്യത്തിന് നേരെ കണ്ണടച്ച് പിന്നോക്കക്കാരുടെയും മതന്യൂനപക്ഷങ്ങളുടെയും ദലിത് വിഭാഗക്കാരുടെയും സംവരണാവകാശത്തെ അപകടപ്പെടുത്തുന്നതിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്ക് താക്കീത് നൽകാൻ ഫാസിസ്റ്റ് ശക്തികളാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലകൾ ഇളകി വീഴാൻ പോകുന്നുവെന്ന് കാഹളം മുഴക്കുമ്പോഴും അതൊന്നും ശ്രദ്ധയിൽപ്പെട്ടതായി പോലും ഭാവിക്കാത്ത മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഭരണസാരഥ്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രീനാരായണ ഗുരു, ആറാട്ടുപുഴ വേലായുധ പണിക്കരും, മഹാത്മാ അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും വക്കം മൗലവിയും ചട്ടമ്പി സ്വാമികളുമൊക്കെ ഉഴുതുമറിച്ചിട്ട നവോത്ഥാന കേരളത്തിൻ്റെ ഭക്തി ചെയ്യിപ്പിച്ച് സമത്വത്തിൻ്റെ ശരിയായ ശബരിമലയെ രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ വിളനിലമാക്കി മാറ്റുന്ന രാഷ്ട്രീയ മുന്നണികളെ പരാജയപ്പെടുത്തുവാൻ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കുള്ള ആഭാസത്തരങ്ങൾ പെരുകി ജനാധിപത്യം കടുത്ത വെല്ലുവിളി നേരിടുന്ന ഇന്ത്യയെ പുതിയ ഒരു ഇന്ത്യയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ചാതുർവർണ്ണാധിഷ്ഠിത ഇന്ത്യയുടെ വക്താക്കളുടെ ഭരണ തുടർച്ചയ്ക്ക് രഹസ്യ പിന്തുണ നൽകിക്കൊണ്ട് ജനാധിപത്യത്തിൻ്റെ വേരറുത്തു പോകുന്ന നിശബ്ദമായി നോക്കി നിൽക്കുന്ന രാഷ്ട്രീയ മുന്നണികളുടെ ഭരണസാധ്യതകൾക്ക് അന്ത്യം കുറിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് മുമ്പില്ലാത്ത വിധം ദലിത് കൊലകളും പീഡനങ്ങളും വർദ്ധിക്കുകയും അന്വേഷണങ്ങൾ അവിശ്വസനീയമായ പാളുകയും ചെയ്യുന്ന ഭരണസംഭവങ്ങളുടെ മുൻനിര രാഷ്ട്രീയ പാർട്ടികൾ ഒരുപോലെ വെച്ചുപുലർത്തുന്ന ഏറെക്കുറെ സമാനമായ മൃദു സമീപനത്തിലും പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത പ്രതികരണങ്ങൾക്കും സമാപ്തി കുറിക്കുവാൻ നായാടി മുതൽ നമ്പൂതിരി വരെ അസമത്വാശ്രിത സാമൂഹിക വ്യവസ്ഥയുടെ പടിക്കെട്ടിൽ വീണ്ടും അണിനിരക്കുന്ന ഇന്ത്യയുടെ ദുരന്ത നാളുകൾക്കായല്ല ആദിവാസി മുതൽ നായാടി വരെ സമത്വാധിഷ്ഠിത ഇന്ത്യയുടെ കുടക്കീഴിൽ ഒന്നിക്കാനും സമാധാനപൂർണമായ ഇന്ത്യയെ ഒരിക്കൽ കൂടി വരവേൽക്കാനും